ഏലൂരുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പൊതുജനം സ്പീക്കിംഗ്. വർഷങ്ങളായിട്ട് ഇവിടെ വായുമലിനീകരണമുണ്ട്. ആ വായുമലിനീകരണങ്ങൾ നേരെയാക്കാനായിട്ട് ഇതിൻ്റെ അധികാരപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് മാറുന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു അധികാരികളോ കണ്ണു തുറക്കാത്ത ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 30 വർഷമായിട്ട് ഞങ്ങൾ ഈ പുകയും ഈ കെമിക്കലിൻ്റെ സ്മെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ കൂടുതൽ എല്ലാവരുടെ അടുത്തും പരാതി പറഞ്ഞു. ഞങ്ങൾക്കൊരു ഇതിനായിട്ട് ഒരു മറുപടി തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്മെല്ല് വന്നില്ല. പുറത്തുനിന്ന് വന്നവർക്ക് അത് അറിയുള്ളൂ. ഞാനിവിടെ കച്ചവടത്തിന് വന്നിട്ട് ഒരു 30-35 ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, എല്ലാം പോയി. കാലാകാലങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനകത്ത് തികച്ചും നിരുത്തരവാദിത്വപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്. നോക്കൂ, ആ അമ്മ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. പുറത്തു നിന്നുള്ളവർക്ക് മാത്രമാണ് ഇവിടെ ദുർഗന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം എന്താണ്? അവർക്ക് ഇത്രയധികം വർഷമായി ആ ദുർഗന്ധം ശ്വസിച്ച് അവർ അനുഭവിക്കുന്ന ഗന്ധം എന്ന് പറയുന്നത് അതായി മാറിയിരിക്കുന്നു. മഴയൊന്ന് പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത തരം ഗുരുതര സാഹചര്യമാണ്. ഈ വിഷപ്പുക ദിവസേന ശ്വസിക്കുന്ന അവിടുത്തുകാരുടെ അവസ്ഥ